നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാത്തത് എന്തുകൊണ്ട്? ചില കേന്ദ്രങ്ങളിൽ നിന്നുയരുന്ന സംശയം ഇതാണ്. BJP ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന സാങ്കേതികത്വം കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞ് നരേന്ദ്രമോദി വോട്ട് ചോദിക്കാത്തത്. നരേന്ദ്രമോദി ഇനിയും തൃശൂരിന്റെ മണ്ണിലേക്ക് വന്നിറങ്ങും. അപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് ചോദിച്ച ഓരോ വോട്ടർമാരോടും നേരിട്ട് വോട്ട് ചോദിക്കുമെന്ന കാര്യത്തിൽ തർക്കമേതുമില്ല. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാക്കാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് BJP നേതൃത്വം. അതിന് ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. നാരീശക്തി BJPക്ക് കുറിത്തുണയാകുമെന്ന് BJP നേതൃത്വം കണക്ക് കൂട്ടുന്നു. കേരളത്തിലെ വലിയ അടിയൊഴുക്കുകളുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇക്കുറി പിടിച്ചു നിൽക്കാൻ എന്തൊക്കെ കുറുക്കുവഴികൾ കണ്ടെത്താമെന്നുള്ളതാണ് BJPയുടെ പ്രധാന ആലോചന. ക്രൈസ്തവ വോട്ടർമാരെ കൂട്ടുന്നതിനൊപ്പം നാരീശക്തി, സ്ത്രീ ശക്തിയെ ഒപ്പത്തിനൊപ്പം നിർത്തുക, ഇതാണ് BJP ലക്ഷ്യമിടുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ അതത്ര എളുപ്പമല്ലെന്ന് BJP നേതൃത്വത്തിനും അറിയാം. എന്നാൽ ഒരു തവണ അംഗം കുറിക്കാൻ തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കുറി വ്യത്യാസങ്ങളേറെയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ ഒരിക്കൽ പോലും തൃശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി എന്ന് എടുത്തു പറഞ്ഞില്ല. അത് ചില വിമർശകർ വലിയ വാർത്തയാക്കി മാറ്റുന്നുമുണ്ട്. എന്നാൽ അതിനു പിന്നിലെ രാഷ്ട്രീയമാണ് ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോയിൽ സുരേഷ് ഗോപി സജീവമായി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ തേക്കിൻകാട് മൈതാനിയിലെ വേദിയിൽ പ്രധാനമന്ത്രിക്ക് അടുത്തു തന്നെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. കേരളത്തിലെ BJPയിൽ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും തന്നെ സുരേഷ് ഗോപിക്കില്ല. അങ്ങനെ ഒരാൾക്ക് ഇത്രത്തോളം പ്രാതിനിധ്യം എങ്ങനെയാണ് ലഭിക്കുന്നത്? അതിന് ഒരർത്ഥമേ ഉള്ളൂ. കേരളത്തിൽ BJP പ്രതീക്ഷ വയ്ക്കുന്നത്, കേരളത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷ വയ്ക്കുന്ന നേതാക്കളിൽ ഒരാളാണ് സുരേഷ് ഗോപി. നേതാക്കളിൽ ഒരാൾ മാത്രമല്ല, നേതാക്കളിൽ പ്രധാനിയാണ് സുരേഷ് ഗോപി. അതുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അമിത്ഷായോടും BJPയുടെ കേന്ദ്ര നേതൃത്വത്തോടും എത്രത്തോളം അടുപ്പമുള്ളയാളാണ് സുരേഷ് ഗോപി എന്നതിന്റെ ഉദാഹരണം കൂടിയാവുകയാണ് കഴിഞ്ഞ ദിവസത്തെ തൃശൂരിലെ സമ്മേളനം. എന്നിട്ടും എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ പേരെടുത്ത് പറയാത്തത്? അത് കേവലം സാങ്കേതികത്വം കൊണ്ട് മാത്രമാണ്. അതിനപ്പുറം വികസനം പറഞ്ഞു വോട്ട് പിടിക്കുക എന്ന വലിയ അജണ്ടയാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. മോദിയുടെ ഗ്യാരണ്ടി അത് ചർച്ചയാവണം. അമ്മമാരെ, സഹോദരിമാരെയും തുടങ്ങി കേരളത്തെ അഭിസംബോധന ചെയ്ത മോദിയുടെ മലയാളം ചർച്ചയാവണം. കഴിഞ്ഞ കാലങ്ങളിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ ചർച്ചയാകണം. അങ്ങനെ വാക്കുപറഞ്ഞ എല്ലാ പദ്ധതികളും നടപ്പാക്കിയ മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടത് എന്നുള്ളത് ഉറപ്പാണ്. ഈ 2024 തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഗ്യാരണ്ടി തന്നെയാകും രാജ്യത്തലയടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധം. മോദി ഗ്യാരണ്ടി ഇനി കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ മുക്കിലും മൂലയിലും അലയടിക്കുമെന്ന കാര്യത്തിൽ ലേശം സംശയമില്ല. അതിന്റെ കാരണം, ഓരോ തെരഞ്ഞെടുപ്പുകളിലും പുതിയ ഓരോ അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് NDAയും പ്രത്യേകിച്ച് BJPയും മത്സരങ്ങളെ നേരിടുന്നത്. അതിന് പിന്നിൽ കൃത്യമായ മുന്നൊരുക്കങ്ങളുണ്ട്, തന്ത്രങ്ങളുണ്ട്, പദ്ധതി നിർവഹണത്തിനുള്ള എല്ലാ അടിസ്ഥാന വികസനങ്ങളുമുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായി BJP മുന്നോട്ട് വയ്ക്കുന്നത് BJP നൽകിയ വാക്കുകളെല്ലാം പാലിച്ചു എന്നുള്ളതാണ്. അതായത് വാക്കു പാലിച്ച സർക്കാർ എല്ലാ വാക്കുകളും പാലിച്ചു, ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കുകളും പാലിച്ചു. ഏറ്റവും ഒടുവിലായി രാമക്ഷേത്രം എന്ന പതിറ്റാണ്ടുകളായുള്ള ഭാരതീയരുടെ ആഗ്രഹം കൂടി സാധിച്ചു കൊടുത്ത ഒരു സർക്കാർ. ഇതിനപ്പുറം എന്താണ് ജനങ്ങൾക്ക് വേണ്ടത്? ഒരു ഭരണകൂടത്തിൽ നിന്ന്, ഒരു സർക്കാരിൽ നിന്ന് ജനങ്ങൾ ഇതിനപ്പുറം എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നരേന്ദ്രമോദിയും BJP നേതൃത്വവും ചോദിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് പോലും മറുപടിയില്ല. ഇതിനപ്പുറം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? പറഞ്ഞതെല്ലാം ചെയ്തു. 10 കോടി ജനങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തു. രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് തുറന്നു. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് അവരുടെ ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി നൽകി. എല്ലാ തരത്തിലും കർഷകരുടെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഒക്കെ ക്ഷേമം നോക്കാനുള്ള എല്ലാ പദ്ധതികളും നടപ്പാക്കിയ സർക്കാർ
അതിനപ്പുറം അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രധാനമായ ഊന്നൽ നൽകി. കഴിഞ്ഞ 4-5 പതിറ്റാണ്ടുകളിൽ ഇന്ത്യ നേടിയതിനേക്കാൾ വലിയ ഇൻഫ്രാസ്ട്രക്ചർ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത് 15 വർഷങ്ങൾക്കിടയിലാണ്. അങ്ങനെ ഈ രാജ്യം കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികസനങ്ങൾ നടന്ന കഴിഞ്ഞ കുറച്ച് നാളുകൾ, ആ നാളുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ അജണ്ടയാണ് നരേന്ദ്രമോദിയും BJPയുടെ കേന്ദ്ര നേതൃത്വവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ അജണ്ടയുടെ ആദ്യത്തെ പ്രതിഫലനമായിരുന്നു തേക്കിൻകാട് മൈതാനിയിലെ പ്രസംഗം. അവിടെ കേവലം വ്യക്തികൾക്കല്ല, ശ്രദ്ധിക്കുക, ഇനി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരുമ്പോൾ പോലും വ്യക്തികൾക്കല്ല പ്രാധാന്യം, മറിച്ച് മോദി സർക്കാരിനാണ് പ്രാധാന്യം. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾക്ക്, മോദി സർക്കാരിന്റെ വികസനങ്ങൾക്കാണ് പ്രാധാന്യം. നരേന്ദ്രമോദി നൽകിയ ഗ്യാരണ്ടിക്കാണ് പ്രാധാന്യം. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് ഇനി തെരഞ്ഞെടുപ്പുകൾ ചർച്ചയാകുന്നത്. അതാണ് പുതിയ BJPയുടെ രാഷ്ട്രീയ പ്രചരണായുധം. BJP ഇനി വോട്ട് ചോദിക്കുന്നത് വികസനം ചൂണ്ടിക്കാട്ടി മാത്രമാണ്. ജനങ്ങളോട് വാക്കു പറഞ്ഞ് ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞ അജണ്ടകൾ, തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാക്കുകൾ, ജനങ്ങളോട് ചെയ്ത സത്യങ്ങൾ, അവയൊക്കെ തന്നെ പാലിച്ച സർക്കാർ, ചരിത്രത്തിൽ ഇത്രയും വാക്കു പാലിച്ചൊരു സർക്കാരല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് തേക്കിൻകാട് മൈതാനിൽ കണ്ടത്. BJP നയിക്കുന്ന പുതിയ ഭാരതം, BJP 2024 നയിക്കുന്ന അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങുന്ന വലിയ പോരാട്ടത്തിന്റെ ഒരു റിഹേഴ്സലാണ് തേക്കിൻകാട് മൈതാനിൽ കണ്ടത്. നാരീശക്തിയാണ് ഇനി രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. BJPക്ക് കരുത്താകേണ്ടത് സ്ത്രീ ശക്തിയാണ്. ആ സ്ത്രീ ശക്തി, വനിതാ സംവരണ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലാണ്, ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് എന്ന് BJP പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ സ്ത്രീ ശക്തി രാജ്യത്ത് BJPയുടെ കുതിപ്പിന് വലിയ ഇന്ധനം നിറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് കേവലം സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലേക്ക് ഒതുങ്ങാതെ അതിനപ്പുറം വിശാലമായ വലിയ കാഴ്ചപ്പാടിൽ ഒരു രാഷ്ട്രീയ പ്രസംഗം നരേന്ദ്രമോദി 41 മിനിറ്റിൽ നടത്തിയത്. അതിന് വലിയ മാനങ്ങളുണ്ട്, വലിയ തലങ്ങളുണ്ട്. അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം കേവലമായ വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയമല്ല. അതിനപ്പുറം ആ രാഷ്ട്രീയം രാജ്യത്തിന്റെ വരാനിരിക്കുന്ന ശോഭനമായ ഭാവിയെ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജാതി മത വർണ്ണ വർഗങ്ങൾക്കപ്പുറം ജനങ്ങൾ ഒത്തുനിൽക്കുകയും രാജ്യമെന്ന പരമപ്രധാനമായ ഒരു സത്തയ്ക്ക് പുറകിൽ എല്ലാവരും അണിനിരക്കുകയും ആ രാജ്യത്തിന്റെ വളർച്ചയ്ക്കൊപ്പം അതിലെ പൗരന്മാരും വളരുകയും ചെയ്യുന്ന വിശാലമായ കാഴ്ചപ്പാടാണ്. എന്തായാലും ആ വേദിയിൽ നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയത് സുരേഷ് ഗോപിയെ തന്നെയാണ്. ആ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് ഇനിയും വരുമെന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി മടങ്ങുന്നത്. കേരളം ഒരിക്കൽ കൂടി പരീക്ഷണ വേദിയാക്കുകയാണ് BJP. കേരളത്തെ ഒരിക്കൽ കൂടി പോരാട്ട ഭൂമിയാക്കുകയാണ് BJP. ഇക്കുറി നേട്ടങ്ങൾ കൊയ്യാതെ വിശ്രമമില്ല എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ പറയുമ്പോൾ സംസ്ഥാന നേതാക്കളും ഇനിയുള്ള ദിവസങ്ങളിൽ നെട്ടോട്ടമോടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.